Good morning, everyone. Welcome to yet another listening live session from 𝐀𝐜𝐚𝐿 Academy. 𝐿 സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലിസണിങ് ലൈവ് സെഷനിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ലിസണിങ്ങിൻ്റെ മെറ്റീരിയലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് മാത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഇത് വളരെ ഇൻഫോർമേറ്റീവാണ്, നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ലിസണിങ്ങിൻ്റെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ലിസണിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തേക്കുക. മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മെറ്റീരിയലിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് മെറ്റീരിയലിൽ അതായത് ഫസ്റ്റ് പാർട്ടിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും, നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഓപ്ഷൻസ് മാത്രമായിട്ടും ആൻസർ വരാം. അതുപോലെ തന്നെ ഇങ്ങനെ പിക്ചർ തന്നിട്ട് അതിൽ നിന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടും ആൻസർ വരാം. പിന്നീട് ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 to 10. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനുകളിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പാർക്കിംഗ് റെഗുലേഷൻസ് ഓൺ ക്യാമ്പസ്? ക്യാമ്പസിലെ പാർക്കിംഗ് റെഗുലേഷൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്യാം. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇൻസ്ട്രക്ഷൻ നോക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ പാർക്കിംഗ് റെഗുലേഷൻസ് ഓൺ ക്യാമ്പസ്? ക്യാമ്പസിലെ പാർക്കിംഗ് റെഗുലേഷൻസ് അല്ലേ, പാർക്കിംഗ് നിയന്ത്രണങ്ങൾ. അണ്ടർ ഗ്രാജുവേറ്റ് പാർക്കിംഗ് അലൗഡ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പാർക്കിംഗ് അലൗഡ്, സ്റ്റാഫ് പാർക്കിംഗ് ഒൺലി അലൗഡ്, നോ സ്റ്റുഡൻറ്റ് പാർക്കിംഗ് അലൗഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പാർക്കിംഗ് റെഗുലേഷനെ കുറിച്ച് എന്താണ് പറയുന്നത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ഓഡിയോ പ്ലേ ചെയ്യാം. You will have a chance to check your work. All the recordings will be played once only. The test is in 4 sections. Write all your answers in the listening question booklet. At the end of the test, you will be given 10 minutes to transfer your answers to an answer sheet. Now turn to section 1 of your question booklet. അതുപോലെ തന്നെ നമ്മളുടെ ലൈവ് സെഷനിൽ കയറുന്നവർ ജസ്റ്റ് എല്ലാവരും ഹായ് എന്നൊരു മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Section 1. You will hear a student inquiring about parking facilities. First, look at questions 1 to 4. For each of the questions, 4 alternatives are given. Decide which of the alternatives, A, B, C or D, best fits what you hear on the tape and circle the appropriate letter. അപ്പോൾ ഓൾറെഡി ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഓഡിയോ ആണ്. On this occasion only, the conversation relating to the example will be played first. അപ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മളെ എക്സാമിനേഷന് എല്ലാ മെറ്റീരിയലിലും പ്രാക്ടീസ് മെറ്റീരിയലും കാണത്തില്ല. എന്നാൽ നമ്മുടെ എക്സാമിനേഷന് ആദ്യം ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ അത് അവരെങ്ങനെയാണെന്നുള്ളത് കോൺവെർസേഷനിലുള്ളത് കേൾപ്പിച്ചു തരും. അതിന് ശേഷമായിരിക്കും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. How do you come to the university each day? Train or bus, or do you have a car? Oh, I always walk. I haven't got a car, and anyway, I live quite close. അപ്പോൾ
എങ്ങനെയാണ് വന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നടന്നാണ് വന്നതെന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സി എന്ന് പറഞ്ഞിട്ട് സർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ സർക്കിൾ ചെയ്ത് പോവുക. അതിന് ശേഷം ലാസ്റ്റ് ആൻസർ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എഴുതി പോയാൽ മതിയാവും. The woman says she always walks. So C has been circled. Now we shall begin. You should answer the questions as you listen, because you will not hear the recording a second time. Now listen carefully to the first conversation and answer questions 1 to 4. How do you come to the university each day? Train or bus, or do you have a car? Oh, I always walk. I haven't got a car, and anyway, I live quite close. Do you know anything about parking rights on the campus? I was wondering whether students are allowed to park their cars on campus or not. Yes. I think it's possible for postgraduate students, but not for undergraduate students. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പറ്റും, നോട്ട് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പറ്റും, അണ്ടർ ഗ്രാജുവേഷന് പറ്റത്തില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മുടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പറ്റും എന്ന് പറയുമ്പോൾ ബി അല്ലേ, അണ്ടർ ഗ്രാജുവേഷന് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് അവിടെ നോക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാലും ബാക്കിയുള്ളതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. That doesn't seem very fair. No, I suppose not. But there simply isn't enough room on the campus for everyone to park. പിന്നെ വേറെ ആരുടെ അല്ലേ, വേറൊരു കാറ്റഗറിയും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പാർക്കിംഗ് അലോഡ് അല്ലേ, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് അല്ലേ. അതുപോലെ ഓക്കെ, മായാകുമാരി, ഹായ് മായ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ലിസണിങ്, അതായത് ചില ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, അത് നിങ്ങൾക്ക് വിട്ടുതരും. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്, ഈ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത് ബാക്കിയുള്ളത്, അതായത് നിങ്ങൾക്ക് വിട്ടുതരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ലിസണിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. സോ ആ ഒരു സമയത്ത് എല്ലാവരും ആൻസേഴ്സ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കാണിക്കാം. എല്ലാവർക്കും ഇച്ചിരി ഡിഫിക്കൽട്ടാണല്ലേ, ഇത് കാണാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ടായിരിക്കും കാണുന്നത്, അത് ഹൊറിസോണ്ടലാക്കുക. അതായത് പോർട്രേറ്റ് മോഡിലായിരിക്കും എല്ലാവരും കാണുന്നത്, അത് ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, 3 ആണ് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കുവാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് ചെയ്യുക, ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 2ഉം 3ഉം. Do you need a parking permit? Yeah, I believe you do. Where do I get that from? I think you can get a parking sticker from the administration office. Where's that? It's in the building called Block G, right next to Block E. Block G? Yeah. Oh, right. And what happens to you if you don't buy a sticker? Do they clamp your wheels or give you a fine? No, I think they tow your car away. Oh, really? Yeah. And then they fine you as well, because you have to pay to get the car back. I'd better get the sticker then. Yeah. Where exactly is the administration office again? I'm new to this university and I'm still trying to find my way around. Right. You go a long line. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേൾപ്പിച്ചു. വളരെ ഈസിയാണല്ലേ, അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അടുത്തതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പിക്ചറും തന്നിട്ടുണ്ട്, എല്ലാവർക്കും വിസിബിൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ലാൻഡ്സ്കേപ്പ് മോഡിലിട്ട് നോക്കുക, എവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ ടോപ്പ് ലെഫ്റ്റിലാണ് അല്ലേ, രണ്ടാമത്തെ കേസിൽ ബോട്ടം റൈറ്റ് ആണ്, മൂന്നാമത്തെ കേസിൽ ലെഫ്റ്റ് സൈഡ് ആണല്ലേ, നാലാമത്തെ കേസിൽ
ഈ ഒരു ടെന്നീസ് കോർട്ട് അല്ലേ, അതിൻ്റെ താഴെ. അപ്പോൾ ഇങ്ങനെയുള്ള 4 തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എവിടെയാണെന്ന്. അഡ്മിനിസ്ട്രേഷൻ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഓരോന്നും ഏതൊക്കെ പാർട്ടിലാണെന്ന്. അതിനുശേഷം കേട്ടു നോക്കുക. അപ്പോൾ ശ്രദ്ധിച്ചേ. Library Road, past the tennis courts on your left and the swimming pool on your right. Past the tennis court on your left and swimming pool on your right. അപ്പോൾ ടെന്നീസ് കോർട്ട് ലെഫ്റ്റിലും സ്വിമ്മിംഗ് പൂൾ റൈറ്റിലുമായിട്ടുള്ള കേസിലാണ്. അത് ഏതൊക്കെ കേസാണെന്ന് ശ്രദ്ധിക്കാം. സ്വിമ്മിംഗ് പൂൾ റൈറ്റിലും ടെന്നീസ് കോർട്ട് ലെഫ്റ്റും എന്ന് പറയുമ്പോൾ എ ആണ് അല്ലേ. പിന്നെ ടെന്നീസ് കോർട്ട് ലെഫ്റ്റും സ്വിമ്മിംഗ് പൂൾ റൈറ്റ് ബിയിലില്ല അല്ലേ. പിന്നെ വരുന്നത് സിയിൽ ടെന്നീസ് കോർട്ട് ലെഫ്റ്റ് അല്ല, ഡിയിലും ടെന്നീസ് കോർട്ട് ലെഫ്റ്റ് അല്ല. സോ ടെന്നീസ് കോർട്ട് ലെഫ്റ്റിലും സ്വിമ്മിംഗ് പൂൾ റൈറ്റിലും വരുന്നത് എയിൽ മാത്രമാണ് അല്ലേ. അതുകൊണ്ട് എ ആണ് ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. And what happens to you if you don't buy? I'd better get the sticker then. Yeah. Where exactly is the administration office again? I'm new to this university and I'm still trying to find my way around. Right. You go along Library Road, past the tennis courts on your left and the swimming pool on your right. Yeah. And the administration office is opposite the car park on the left. You can't miss it. പിന്നെ കാർ പാർക്ക് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാർ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് ചില കേസിൽ നോക്കേണ്ടി വരത്തില്ല അല്ലേ. ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്, അതായത് കാർ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അത് നോക്കേണ്ടി വരത്തില്ല. ഈ ടെന്നീസ് കോർട്ടും സ്വിമ്മിംഗ് പൂളും നോക്കുമ്പോൾ തന്നെ അതൊരു ഓപ്ഷനിലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വേഗം അവിടെ ആൻസർ കിട്ടും. എന്നാലും എല്ലാ കേസസിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ പറയുന്നതെല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 to 10 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 to 10 എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് അല്ലേ. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് യൂഷ്വലി വളരെ ഈസിയാണ്. നെയിം, അഡ്രസ് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആൻസേഴ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. ആൻസേഴ്സ് ഞാൻ ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് ഡിസ്പ്ലേയിൽ ഇടുന്നതായിരിക്കും. So, it's up Library Road, past the swimming pool, opposite the car park. Right, I'll go straight over there. Bye, and thanks for the help. Now you have some time to look at questions 5 to 12. As you listen to the next conversation, complete the application form in the spaces numbered 5 to 10 and answer the questions numbered 11 to 12. Good morning. Can I help you? Yes, I was told to come over here to get a parking sticker. Is this the right place? Yes, it is. Are you a postgraduate student? Yes, I am. Okay. Well, I'll just need to take some details. Your name? Richard Lee. That's spelt L-E-E. Richard Lee. And the address? Flat 13, 30 Enmore Road. How do you spell Enmore? Oh, E-N-M-O-R-E. And that's in the suburb of Newport. Newport. Faculty? I beg your pardon? Which faculty are you in? Oh, architecture, the Faculty of Architecture. Right. And the registration number of your car? Let me see. LXJ50... Oh, no, sorry. I always get that wrong. It's LJX058K. LJX508K? No, 058K. And what make is the car? It's a Ford. A Ford. Fine. Well,
ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് ആവശ്യമായിട്ടുള്ള പ്ലേസസിൽ സ്പെല്ലിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ 11, 12 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ 11 11 ഞാൻ കേൾപ്പിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. 12ാമത്തെ 12 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ 11 കാഷ്യർ ഓഫീസ് എന്ന് പറയുന്നത് ഏത് ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 12:15 to 2:15, 4:30. I'll just get you to sign here, and when you've paid the cashier, I'll be able to issue you with a sticker. Right. Where do I pay? Just across the corridor in the cashier's office. അടുത്തതാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കുന്നത്. Oh, but it's 12:30 now, and they close at 12:15 for lunch. ഇപ്പോൾ 12:30 ആണ്. ലഞ്ചിന് വേണ്ടിയിട്ട് 12:15 ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലേ. But they open again at 2:15 until 4:30. 2:15 എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. 2:15 അങ്ങനെ സ്പീഡിന് പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് പാസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞിട്ടുള്ള ഏതൊരു ടൈം ആണെന്നുള്ളത് മനസ്സിലാവും അല്ലേ. അപ്പോൾ 2 കഴിഞ്ഞിട്ടുള്ള ഒരേ ടൈം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ, 2:15 അല്ലേ. അതുകൊണ്ട് 2:15 ആണ് ആൻസർ വരുന്നത്. പിന്നെ 4:30 വരെ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്നു പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 2:15, 2:15. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്, കാൽ അല്ലേ. 1/4 എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനതൊന്നും കൂടെ കേൾപ്പിക്കാം. Sticker. Right. Where do I pay? Just across the corridor in the cashier's office. Oh, but it's 12:30 now, and they close at 12:15 for lunch. But they open again at 2:15 until 4:30. Oh. അപ്പോൾ 2:15 ആണ് ആൻസർ. പക്ഷെ നമ്മൾ എഴുതുന്നത് എന്താണ്, അതിൻ്റെ ആൽഫബറ്റ് ആണ് സി. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. എല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. They're not open till 2:15. No. When you get your sticker, you must attach it to the front windscreen of your car. I'm afraid it's not valid if you don't have it stuck on the window. Right. I see. Thanks very much. I'll just wait here then. ഓക്കെ. അപ്പോൾ 1 to 12 അത് പ്രാക്ടീസ് മെറ്റീരിയൽ ആയതുകൊണ്ട് എക്സ്ട്രാ 2 ക്വസ്റ്റ്യൻസ് വന്നതാണ് കേട്ടോ. അത് നമുക്ക് ആക്ച്വലി എത്രയും ക്വസ്റ്റ്യൻസ് കാണത്തില്ല. ഒരു പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് വീതമാണ്. അപ്പോൾ എക്സ്ട്രാ 2 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കേണ്ട. എക്സ്ട്രാ 2 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രം അവിടെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് സെക്ഷൻ 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്ഷൻ 2ൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ടേബിൾ ഫില്ലിംഗ് ആണ് അല്ലേ. ടേബിൾ ഫില്ലിംഗ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ വേർഡ് കൗണ്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് നോ മോർ ദാൻ 3 വേർഡ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നോ മോർ ദാൻ 3 വേർഡ്സ് അതാദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഡേറ്റ് ദ മ്യൂസിയം വാസ് ഓപ്പൺ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 13 to 23 10 ക്വസ്റ്റ്യൻസും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഡേറ്റ് ദ മ്യൂസിയം വാസ് ഓപ്പൺഡ്, മ്യൂസിയം ഓപ്പൺ ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13ഉം 14ഉം നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം, ബാക്കി ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ മ്യൂസിയം ഓപ്പൺ ചെയ്ത ഡേറ്റിലേക്ക് പോവാം. Section 2. You will hear a talk given. Now listen to the guide and complete the notes by filling in the numbered spaces 13 to 18. Good morning, everyone, and welcome to the Maritime Museum. Now, before we commence our tour, I'd just like to tell you a little bit about the history of the museum. As you can see, it's a very modern building, built in the postmodern style, and it was in fact opened by the Prime Minister of Australia in November 1991. നവംബർ 1991 അല്ലേ, ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററാണ് ഓപ്പൺ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നവംബർ 1991. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് 13ന്റെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഷനിൽ കമൻറ്റ് ചെയ്ത് പോവുക. ഞാൻ കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും കേട്ടോ. ഓക്കെ.
അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ ചില സെക്ഷൻസ് ചെയ്യണമെന്ന്. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആ കമൻറ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നോക്കാം ആർക്കൊക്കെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്പർ 1991 ആണ് 13ൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് ആ ഒരു മ്യൂസിയത്തിൽ അല്ലേ, ദ മ്യൂസിയം കൺസിസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ആൻഡ് ഡാഷ്. ബിൽഡിങ്ങും പിന്നെ വേറെ എന്തുമാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. It's been designed with a nautical flavour in mind to remind us of our links with the sea. But the museum isn't only housed in this building. ബിൽഡിംഗ് മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. There are a number of historic ships docked outside in the harbour. ഹിസ്റ്റോറിക് ഷിപ്സ് ഉണ്ട് അല്ലേ, ഹിസ്റ്റോറിക് ഷിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷിപ്സ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് 3 വേർഡ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഹിസ്റ്റോറിക് ഷിപ്സ് എന്ന് തന്നെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 14. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. 13 and 14 ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 15 to 23 നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. Which form part of the museum and which you are also free to visit. And we'll be coming to them shortly. I'd just like to point out one or two things of general interest while we're here. Handicapped toilets are located on this floor, and the door shows a wheelchair. The cloakroom, where you can hang your coat or leave your bags, is just behind us here. The education centre is on the top floor, and there's a good little library in there which you might like to use. Follow the signs to the education centre. You'll see a lot of little green arrows on the wall. The green arrows will take you there. The information desk, marked with the small letter I on your plan, is located right here in the foyer. So, if you get separated from your friends, I suggest you make your way back to the information desk, because we'll be returning to this spot at the end of the tour. All right? Now, if you look out this window, you should be able to see where the museum's ships are docked. If you want to go on a tour of the old ship, the Vampire, she's docked over there, and you should meet outside on the quay. However, a word of warning. I don't recommend it for the grandmas and grandpas, because there are lots of stairs to climb. Right now, let's move on. Oh, I almost forgot to give you the times for that tour. Now, tours of the Vampire run on the hour, every hour, all right? Now look at questions 19 to 23. As you listen to the rest of the talk, complete the notes in the numbered spaces 19 to 23. Let's take a walk around the museum now. The first room we're coming to is the theatre. This room is used to screen videos of special interest, and we also use it for lectures. There's a continuous video showing today about the voyages of Captain Cook, so come back here later on if you want to learn more about Captain Cook. Now, we're moving along the gallery known as the Leisure Gallery. This is one of our permanent exhibitions, and here we try to give you an idea of the many different ways in which Australians have enjoyed their time by the sea. Surfing, swimming, life-saving clubs, that's all very much a part of Australian culture. At the end of this section, we'll come to the picture gallery, where we've got a marvellous collection of paintings, all by Australian artists. I think you can buy reproductions of some of these paintings in the museum shop. They're well worth a good look. Now, we're coming to the Members' Lounge. Now, as a member of the museum, you would be entitled to use the Members' Lounge for refreshments. Membership costs $50 a year or $70 for all the family. So, it's quite good value, because entry to the museum is then
free. And down at the far end of this floor, you'll find the section which we've called Passengers and the Sea. In this part of the museum, we've gathered together a wonderful collection of souvenirs from the old days when people travelled by ship. You'll find all sorts of things there. Old suitcases, ship's crockery, first-class cabins decorated in the fashion of the day. Just imagine what it must have been like to travel first class. Now, I'm going to leave you to walk around the museum on your own for a while, and we'll all meet back again at the information desk in 3/4 of an hour's time. I hope you enjoy your time with us at the museum today. Thank you. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയും. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അല്ലേ? പിന്നീട് ഓരോ ദിവസവും ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ആ ഒരു ഇങ്ങനെ കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടി വരും. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് കേൾക്കാൻ കഴിയാത്ത വിധത്തിലും പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഔട്ട് ഓഫ് 40 എല്ലാവർക്കും കിട്ടണം എന്നില്ല അല്ലേ? സോ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്തത് 24 to 27, അതായത് മൂന്നാമത്തെ സെക്ഷനാണ്. അതിൽ 24 to 27 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ അതിൽ 24 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നിങ്ങളുടെ പാർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24 പറയുന്നത് മാർക്ക് ഈസ് ഗോയിങ് ടു ടോക്ക് ബ്രീഫ്ലി എബൌട്ട്. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മാർക്ക്? അപ്പോൾ അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മാർക്കറ്റിംഗ് ന്യൂ പ്രോഡക്ട്സ്, പുതിയ പ്രോഡക്ട്സ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസിങ് മെത്തേഡ്സ് അല്ലേ. മാനേജിങ് ലാർജ് കമ്പനീസ് മാനേജ് ചെയ്യുക. സെറ്റിംഗ് സെയിൽസ് ടാർഗറ്റ്. ഇതിലേതിനെക്കുറിച്ചാണ് മാർക്ക് അല്ലെ ഗോയിങ് ടു എന്ന് പറയുമ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത്? Now turn to section 3, 24 to 32. Now listen to the conversation and answer questions 24 to 32. Okay, everybody. Good morning. Good morning. It's Mark's turn to talk to us today. So, Mark, I'll ask you to get straight down to business. All right. Now, following on from what we were discussing last week in Susan's tutorial on approaches to marketing, you were going to give us a quick rundown on a new strategy for pricing, which is now being used by many large companies. വലിയ ലാർജ് കമ്പനീസ് യൂസ് ചെയ്യുന്ന പ്രൈസിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ വലിയ കമ്പനീസ്, ലാർജ് കമ്പനീസ് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് സി അല്ല ആൻസർ വരുന്നത്. ലാർജ് കമ്പനീസ് എങ്ങനെയാണ് ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ചെയ്യുന്നത് അല്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ revenue management. All right. Now, following on from what we were discussing last week in Susan's tutorial on approaches to marketing, you were going to give us a quick rundown. പിന്നെ അപ്രോച്ചിങ് ടു മാർക്കറ്റിംഗ് അല്ലേ. അപ്പോൾ അത് സൂസൻ ഓൾറെഡി പറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. On a new strategy for pricing, which is now being used by many large companies, known as revenue management. Before we go on to your actual tutorial paper on sales targets. അതായത് സെയിൽസ് ടാർഗറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പോൾ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി പറയുന്ന 25 to 27 ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. Is that correct? Yeah, okay, well... So, what exactly is revenue management? Well, it's a way of managing your pricing by treating things like airline tickets and hotel rooms rather more as if they were perishable goods. Yeah, I just tried to book a ticket yesterday for Perth, and would you believe there are 3 different prices for the flight? Right, and what was the rationale for that? Well,
The travel agent said it depended on when you book and the length of the stay. Like, it's cheap if you stay away for a Saturday night, presumably because this isn't business travel, and even cheaper if you buy a ticket where you can't get a refund if you have to cancel. In that case, the ticket cost about half the price. You wouldn't think it would make that much difference, would you? Well, it does, and that's basically because the airlines are now treating their seats like a commodity. You see, if you want a seat today, then you pay far more for it than if you want it in 3 weeks' time. That seems rather unfair. Well, not really. When you think about it, that's just common sense, isn't it? Well, I suppose so. What this actually means is that in the same row of seats on the same flight, you could have 3 people who have all paid a different price for their tickets. And is this just happening in Australia? No, it's the same all over the world. Airlines are able to market a seat as a perishable product with different values at different stages of its life. Well, like mangoes or apples at the market. Yeah, it's exactly like that. The fact is that the companies are not actually interested in selling you a cheap flight. They're interested in selling the seats and flying airplanes that are full. Mark, why do you think revenue management has come about? Okay, so 27 വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 28 to 32 ആണ്. അത് 3 വേർഡ്സ് ആണല്ലേ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. 28ഉം 29ഉം എന്താണെന്ന് നോക്കാം. ആ ഒരു ന്യൂ അപ്രോച്ച് അല്ലേ, ആ ഒരു പുതിയ മെത്തേഡ് അല്ലെങ്കിൽ പുതിയ അപ്രോച്ച്, ആ ഒരു പ്രൈസിങ്ങിലേക്കുള്ള പുതിയ അപ്രോച്ച് അല്ലേ, അതിന് 2 റീസൺസ് ഉണ്ട് ആ പുതിയ അപ്രോച്ചിലേക്ക് പോകാനായിട്ട്. ആ 2 റീസൺസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Well, as far as I can see, there are 2 basic reasons. 2 basic reasons. Firstly, because the law has been changed to allow the companies to do this. Law has been changed എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ law has been changed എന്ന് പറയുമ്പോൾ നമുക്കവിടെ 4 വേർഡാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിവിടെ ലോ ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് തന്നെ എഴുതാം. കാരണം പിന്നെ അവിടെ വേറെ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ അടുത്ത ആൻസർ നമുക്ക് പോകും അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ലോ ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് എഴുതിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ അത് 3 വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ചേഞ്ചസ് ഇൻ ലോസ് എന്നോ അല്ലെങ്കിൽ ലോ ഹാസ് ചേഞ്ച്ഡ് എന്നോ എഴുതാം. ഇനി അടുത്ത റീസൺ നോക്കാം. You see, in the past, they didn't have the right to keep changing the prices of the tickets. And secondly, we now have very powerful computer programs to do the calculations, and so the... Secondly, we have powerful computer programs. So, the second reason is powerful computer programs. Okay. Now, 30, 31, 32, നിങ്ങൾക്ക് വിട്ടുന്നൊക്കെയാണ്. അപ്പോൾ ഞാനത് കേൾപ്പിക്കാം. Prices can be changed at a moment's notice. So you mean 10 minutes could be critical when you're buying a plane ticket? Absolutely. That's right. Yeah. And I understand we've almost reached the stage where these computer programs that the airlines are using will eventually be available to consumers to find the best deals for their travel plans from their home computer. Heavens, what a thought. So the travel agent could easily become a thing of the past if you could book your airline tickets from home. Are there any other industries using this system, or is it restricted to the airline business? No, many of the big hotel groups are doing it now. That's why the price of a bed in a hotel can also vary so much, depending on when and where you book it. It's all a bit of a gamble, really. Yeah, and hire car companies are also using revenue management to set their tariffs, because they're also dealing with a commodity, if you like. So the cost of hiring a car will depend on demand. Well, thank you, Mark, for that overview. That No was trouble. well researched. Now, let's get on with your main topic for today. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല സ്കോർ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് നമ്മളുടെ ലിസ്ണിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ ഈസിയാണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മളുടെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ ടേബിൾ ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ടേബിൾ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ടേബിൾ ഫില്ലിങ്ങിലേക്ക് ആദ്യം പോകാം. അപ്പോൾ ടേബിൾ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? വേർഡ് ലിമിറ്റ് ആണ്. അപ്പോൾ 3 വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതും
വളരെ ഈസിയാണ് കേട്ടോ. ഇത് അത്രയ്ക്ക് വളരെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, വളരെ ഈസി തന്നെയാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 33 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സ്പേസ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. റിസോർച്ച് മെത്തേഡും ആ ഒരു റിസോർച്ച് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും. അപ്പോൾ ആദ്യം അവിടെ ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അതിലെന്താണ് വാട്ട് കസ്റ്റമേഴ്സ് തിങ്ക് അബൌട്ട് ഡാഷ്, എന്തിനെക്കുറിച്ച് കസ്റ്റമർ എന്താണ് തിങ്ക് ചെയ്യുന്നത് അല്ലേ, അതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യനറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Section 4. Now, since the time supermarkets began, marketing Good morning. Welcome to this talk on space management. And today I'm going to look particularly at space management in the supermarket. Now, since the time supermarkets began, marketing consultants like us have been gathering information about customers' shopping habits. To date, various research methods have been used to help promote the sales of supermarket products. There is, for example, the simple and direct questionnaire, which provides information from customers about their views on displays and products. Their views, അല്ലേ, their views എന്ന് വെച്ചാൽ think about എന്നാണ് അല്ലേ. പിന്നെ കൊടുത്തിരിക്കുന്നത് displays and products അല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് പോലെ പ്ലൂറൽ ഫോം തന്നെ എഴുതണം, സിംഗുലർ ഫോം ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ കോൺവെർസേഷനിൽ പറയുന്നത് ഡിസ്പ്ലേസ് ആൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. വാട്ട് കസ്റ്റമേഴ്സ് തിങ്ക് അബൌട്ട്, അതായത് ദർ വ്യൂ അബൌട്ട് ഡിസ്പ്ലേസ് ആൻഡ് പ്രോഡക്ട്സ്. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ ആൻസർ. ഇനി 34 to 37 ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുവാണ്. And then helps retailers make decisions about what to put where. Another method to help managers understand just how shoppers go around their stores are the hidden television cameras that film us as we shop and monitor our physical movement around the supermarket aisles. Where do we start? What do we buy last? What attracts us, etc. More sophisticated techniques now include video surveillance and such devices as the eye movement recorder. This is a device which shoppers volunteer to wear taped into a headband and which traces their eye movements as they walk around the shop, recording the most eye-catching areas of shelves and aisles. But with today's technology, space management is now a highly sophisticated method of manipulating the way we shop to ensure maximum profit. Supermarkets are able to invest millions of pounds in powerful computers which tell them what sells best and where. Now, an example of this is Spaceman, which is a computer program that helps the retailer to decide which particular product sells best in which part of the store. Now, Spaceman works by receiving information from the electronic checkouts where customers pay on how well a product is selling in a particular position. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 37 വരെ എല്ലാവരും കണ്ടു കാണും. ഇനി അടുത്തത് അത്യാവശ്യം എക്സ്പ്ലനേഷൻ വേണ്ട ഒരു സംഭവമാണ്. അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ എൻട്രൻസിൽ എന്താണ് വച്ചിരിക്കുന്നത്, പിന്നെ പോകെ പോകെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പോയി എന്താണ് വച്ചിരിക്കുന്നത് നോക്കി, പിന്നെ റൈറ്റ് സൈഡിൽ അല്ലേ ഇങ്ങനെ പോയിട്ട് മുകളിലേക്ക് എക്സിറ്റ്. അപ്പോൾ ഇത്രയും പ്ലേസിൽ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേർഡ്സ് ആണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് നോക്കുക. 3 വേർഡ്സ് ആണല്ലേ നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഞാൻ ഇതിന് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കുകയാണ്. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ലാൻഡ്സ്കേപ്പിലിടുക. അതേ ഉള്ളൊരു മാർഗം അല്ലേ. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലാൻഡ്സ്കേപ്പിൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, അത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളത് കേട്ടോ. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് മാത്രം ചെയ്യുക. നമ്മൾ ലൈവ് സെഷനിൽ അല്ലേ, ഇങ്ങനെ ക്ലാസ് അല്ല ലൈവ് സെഷനാണ്, സോ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. 38 എന്ന് പറയുമ്പോൾ എൻട്രൻസിൽ എത്തുമ്പോഴുള്ള സംഭവങ്ങളാണ് അല്ലേ. ഫസ്റ്റ് ഷെൽഫ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് യൂഷ്വലി ഡാഷ് ദിസ്. അപ്പോൾ ആദ്യത്തെ ഷെൽഫിനെ കുറിച്ച് അല്ലേ, ഷെൽഫിനെ കുറിച്ച് പറയുന്നത് കസ്റ്റമേഴ്സ് ഇത് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. Spaceman then suggests the most profitable combination of an article and its position in the store. Now you have some time to look at questions 38 to 42. Filling in the numbered spaces 38 to 42. So, let's have a look at what we know about supermarkets and the way people behave when they walk down the aisles and take the articles they think they need from the shelves. Now, here's a diagram of one supermarket aisle and 2 rows of shelves. Here's the entrance at the top left-hand corner. എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമ്മുടെ ആൻസറിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും. Now, products placed here at the beginning of aisles don't sell well. In tests, secret fixed cameras have filmed shoppers' movements around a store over a 7-day period. When the film is speeded up, it clearly shows that we walk straight past these areas on our way to the centre of an aisle. Items placed here just don't attract people. When we finally stop at the centre of an aisle, we pause and take stock, casting our eyes along the length of it. Now, products displayed here sell well and do even better if they're placed at eye level so that the customer's eyes hit upon them instantly. Products here are snapped up. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 38 കസ്റ്റമേഴ്സ് അത് നോക്കത്തില്ല, ജസ്റ്റ് അതൊന്ന് എന്താണ് ഇഗ്നോർ ചെയ്ത് പോകുന്നതാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആക്ച്വലി പറയുന്ന വേർഡ് എന്ന് പറയുന്നത് ഇഗ്നോർ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്നു എന്നാണ്. കസ്റ്റമേഴ്സ് യൂഷ്വലി ഇഗ്നോർ ദീസ് അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കേൾപ്പിക്കാം. And manufacturers pay a lot for people. When we finally stop at the centre of an aisle, we pause and take stock, casting our eyes along the length of it. Now, products displayed here sell well and do even better if they're placed at eye level so that the customer's eyes have filmed shoppers' movements around a store over a 7-day period. When the film is speeded up, it clearly shows that we walk straight past these areas on our way to the centre of an aisle. We walk straight past എന്ന് പറയുന്നുണ്ട് അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകും, സ്ട്രെയിറ്റ് പാസ് ചെയ്ത് പോകുന്നു പറയുന്നുണ്ട്. Items placed here just don't attract people. When we finally stop at the centre of an aisle, we pause and take stock, casting our eyes along the length of it. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്താണ്, സ്ട്രെയിറ്റ് പാസ് ചെയ്ത് പോകും എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 39 കൊടുത്തിരിക്കുന്നത് എന്താണ്, 39 പറഞ്ഞിരിക്കുന്നത് സെൽ വെൽ അല്ലേ, അതായത് ആ ഒരു സെൻറ്റർ പാർട്ടിൽ സെൽ വെൽ അത്യാവശ്യം നല്ലതുപോലെ മൂവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. പെർട്ടിക്കുലർലി ഇഫ് ദേ ആർ പ്ലേസ്ഡ് ഇൻ ഡാഷ്, എവിടെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ടല്ലേ അവിടെ പ്ലേസ് ചെയ്യുമ്പോഴാണ് സെൽ വെൽ ആകുന്നത്. അത് ഏത് പ്ലേസ് ആണ്, എവിടെ പ്ലേസ് ചെയ്യുമ്പോഴാണെന്നാണ് നോക്കേണ്ടത്. Now, products displayed here sell well and do even better if they're placed at eye level so that the customer's eyes hit upon them instantly. ഐ ലെവലിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലേ. ഐ ലെവൽ നമ്മളെ കണ്ണെവിടെയാണോ ആ ഒരു ലെവലിൽ അല്ലേ, അതേ ഹൈറ്റിൽ തന്നെ വയ്ക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഐ ലെവൽ. ഇനി ഈ ഏരിയാസിനെ വേറൊരു പേര് പറയാം അല്ലേ, ദീസ് ഏരിയാസ് ആർ നോൺ ആസ്, അതിൻ്റെ വേറൊരു പേര്, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 40.
Products here are snapped up, and manufacturers pay a lot for these shelf areas, which are known in the trade as hotspots. Hotspots എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ, which are known as hotspots എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോട്ട്സ്പോട്ട്സ് ആണ് ആൻസർ വരുന്നത്, ഹോട്ട്സ്പോട്ട്സ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്പെല്ലിംഗ് ചെക്ക് ചെയ്ത് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ് അല്ലേ. ഗണ്ടോള എൻഡ് എന്ന് പറയുമ്പോൾ ഓഫൺ ഫൈൻഡ് ഡാഷ് ഡിസ്പ്ലേഡ് ഹിയർ. അവിടെ എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 41 എന്ന് പറയുന്നത് ആ ഒരു എന്ത് ഐറ്റമാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഐറ്റമാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഗണ്ടോള എൻഡിൽ എന്താണുള്ളതെന്ന് നോക്കാം. Naturally, everyone wants their products to be in a hotspot. But the prime positions in the store are the ends of the aisles, otherwise known as gondola ends. Now, these stand out and grab our attention. For this reason, many new products are launched in these positions, and manufacturers are charged widely varying prices for this privileged spot. Also, the end of an aisle may be used for promoting special offers, which are frequently found waiting for us as we turn. Special offers ഉള്ള ഐറ്റംസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. സ്പെഷ്യൽ ഓഫേഴ്സ്, അപ്പോൾ അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ 41ൻ്റെ അവിടെ സ്പെഷ്യൽ ഓഫേഴ്സ് എന്നാണ് എഴുതുന്നത്. ഗണ്ടോള എൻഡ് ഓഫൺ ഫൈൻഡ് സ്പെഷ്യൽ ഓഫേഴ്സ് അല്ലേ, ഡിസ്പ്ലേഡ് ഹിയർ. സ്പെഷ്യൽ ഓഫേഴ്സ് ആണ് കാണിക്കുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 42, അതായത് എക്സിറ്റിലാണ് അല്ലേ. എക്സിറ്റിൽ ചെക്കൗട്ടാണ് വരുന്നത്. ഓഫൺ യൂസ് ടു സെൽ ഡാഷ്. അപ്പോൾ എങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവിടെ വെക്കുന്നത്. In the corner of an aisle. Well, now, eventually, of course, we have to pay. Any spot where a supermarket can be sure we are going to stand still and concentrate for more than a few seconds is good for sales. That's why the shelves at the checkout have long been a favourite for manufacturers of chocolates. Manufacturers of chocolates എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ കേൾപ്പിക്കാം. അപ്പോൾ മാനുഫാക്ചറേഴ്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എഴുതേണ്ട ആൻസർ അത് ശ്രദ്ധിക്കുക. ടു സെൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാനുഫാക്ചറേഴ്സ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറയത്തില്ല അല്ലേ. ചോക്ലേറ്റ്സ് എന്ന് മാത്രമാണ് എഴുതി പോകുന്നത്. അപ്പോൾ അത് കേൾപ്പിക്കാം. Are frequently found waiting for us as we turn the corner of an aisle. Well, now, eventually, of course, we have to pay. Any spot where a supermarket can be sure we are going to stand still and concentrate for more than a few seconds is good for sales. That's why the shelves at the checkout have long been a favourite for manufacturers of chocolates. Perhaps the most surefire impulse food of all. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ചോക്ലേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ചെയ്യാം അല്ലേ. അതിൻ്റെ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടി. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് ടെക്നിക്ക് വരുന്നത് അല്ലേ. നമ്മൾ ആ ഒരു ചെക്കൗട്ടിൽ നിൽക്കുമ്പോൾ പല പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്. അപ്പോൾ ഒന്നുകിൽ കുട്ടികൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ അതിൽ നോക്കുമ്പോഴത്തേക്കും എന്താണ് അത് വാങ്ങിക്കാനായിട്ടുള്ള ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ടാണ് ചെക്കൗട്ടിൽ ചോക്ലേറ്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, എന്നാൽ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സെഷനാണിത്. ഇനി തനിയെ ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇട്ട് പോവാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് കഴിയാറായി. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസേഴ്സ് ഞാൻ ഇനി കാണിക്കാം. അപ്പോൾ ആൻസേഴ്സ് ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 3യുടെയും ആൻസറാണ്. ഓക്കെ, എല്ലാവരും
ഇങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണമെന്നില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പിന്നീട് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു സെക്ഷൻ 2 സെക്ഷൻ 4 ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 2 സെക്ഷൻ 4 അപ്പോൾ എല്ലാവരും കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ലിസണിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം കിട്ടിയോ, അല്ലെങ്കിൽ ലിസണിങ് ഈസി ആയിട്ട് തോന്നിയോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കോ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് തരുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പെർട്ടിക്കുലർ ഏരിയ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് മാത്രം തരാതെ അതിലെന്താണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് ഓഡിയോസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കണോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ മെറ്റീരിയലുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.